ലേഖനം തീത്തോസിന് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം. ടൈറ്റസ് chapter 2 verse 11 to 14. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്ത ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ കൃത്യതയോടുകൂടി സംസാരിക്കുന്ന ഒരു വിഷയമാണ് നാം വായിച്ച വേദഭാഗം. ഒരു ക്രിസ്ത്യാനിയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്, ഒരു ദൈവ പൈതലിന്റെ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവിന്റെ മടങ്ങിവരവാണ്. The hope of a Christian is the second coming of our Lord and Savior Jesus Christ. അങ്ങനെയാണ് നമ്മൾ വായിച്ച വാക്യം തുടങ്ങുന്നത്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് നോക്കിയേ, ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട്. ചില കാര്യങ്ങൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്നുണ്ടെങ്കിലും ഇന്ന് പകൽക്കാലം എല്ലായിടത്തും കൂടി ഒന്ന് പോകുവാൻ സമയമില്ലാത്തത് കൊണ്ട് വളരെ വേഗം ഞാൻ ഇതിന്റെ കാതലായ ചില കാര്യങ്ങളിലോട്ട് മാത്രം ഒന്ന് ഓടിപ്പോകുവാൻ ആഗ്രഹിക്കുന്നത്. ആ വാക്യം ആകമാനം ഇങ്ങനെ പറയുന്നു: നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം, നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ, യേശു കർത്താവ് മടങ്ങി വരും. എവിടെ ആരംഭിച്ചെന്നറിയാമോ? താൻ 40 ദിവസം ഉയർത്തെഴുന്നേറ്റു കഴിഞ്ഞിട്ട് 40 ദിവസം തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി അവർക്ക് ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് താൻ സ്വർഗാരോഹണം ചെയ്യുന്നുടനെ നോക്കി നിൽക്കുന്ന അവരെ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്: ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തോട്ട് നോക്കി നിൽക്കുന്നത് എന്തിനാ? അവൻ പോയതുപോലെ മടങ്ങി വരും. ഭാഗ്യകരമായ ഒരു പ്രത്യാശ എന്നാണെന്നറിയാമോ? ഹല്ലേലൂയ! കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇങ്ങനെയൊന്ന് പറഞ്ഞു. ആമേൻ. 14-ാമത്തെ അധ്യായം യോഹന്നാൻ എഴുതിയ സുവിശേഷം, അവിടെ നമുക്ക് എളുപ്പം ആരംഭിച്ചു വരാം. വായിച്ചാട്ടെ 14-ാമത്തെ അധ്യായം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. നോക്കു കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ കാതലായ എന്തെങ്കിലും ഒരു നന്മ നീ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും നീ ഒരു വിടുതൽ ആഗ്രഹിക്കുന്നുവെന്നുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും ഒരു സമാധാനം ഇന്ന് പകൽ നീ ആഗ്രഹിക്കുന്നുവെന്നുണ്ടെങ്കിൽ, നീ ജനുകുന്ന വിഷയങ്ങളിൽ എവിടെയെങ്കിലും ഒരു വിടുതൽ ആഗ്രഹിക്കുന്നുവെന്നുണ്ടെങ്കിൽ, കണ്ണുമടച്ചൊറ്റവാക്കിൽ എളുപ്പം പറയട്ടെ: കർത്താവിൽ വിശ്വസിപ്പിൻ. തിരുവചനം ഇങ്ങനെ പറയുന്നു: കർത്താവിൽ വിശ്വസിക്കാം.
എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. രക്ഷയ്ക്ക് ഉദ്ധാരണമായി, രക്ഷയ്ക്കാധാരമായി, നിന്റെ വീണ്ടെടുപ്പിന് കാരണമായി മറ്റൊരു നാമവും മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിട്ടില്ല. നിനക്ക് എവിടെയെങ്കിലും ഒരു രക്ഷ ആഗ്രഹിക്കുന്നു എന്നുവെങ്കിൽ, നീ എവിടെയെങ്കിലും ഒരു വിടുതൽ ആഗ്രഹിക്കുന്നു എന്നുവെങ്കിൽ, തന്റെ മനുഷ്യരൂപം തന്റെ ദൈവരൂപം താൻ ഉപേക്ഷിച്ചിട്ട് സകല സ്വർഗീയ മഹിമകളെയും വെടിഞ്ഞ് അവൻ ഈ ഭൂമിയിൽ ഒരു സാധാരണ മനുഷ്യനായി നസറേത്ത് എന്ന ഗ്രാമത്തിൽ മറിയ എന്ന പെൺകുട്ടിയുടെ ഉദരത്തിൽ അവൻ മനുഷ്യനായി ജന്മമെടുത്ത് ഈ ഭൂമിയിൽ അവതരിച്ച് 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് താൻ ദൈവപുത്രനെന്ന് തെളിയിച്ച് അവൻ ക്രൂശിന്മേൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നോക്കുവിൻ, അവനിൽ മാത്രമേ രക്ഷയുള്ളൂ. ദൈവങ്ങൾ അനവധി പേര് കേട്ടവരുണ്ട്, കല്ലറകളൊക്കെ അടഞ്ഞു കിടപ്പുണ്ട്. എന്നാൽ ഇന്ന് യെരുശലേമിൽ ഒരു കല്ലറ തുറന്നു കിടപ്പുണ്ട്. അത് നാസറേയനായ യേശുവിന്റെ കല്ലറയാണ്. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല. ഇല്ല. ഹല്ലേലൂയ. അവൻ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്, അവൻ പാതാളത്തിന്റെ അധികാരത്തിനോ മരണത്തിന്റെ പാശത്തിനോ അവനെ അടക്കി വെക്കുന്നത് പ്രയാസമായിരുന്നു. ഒക്കെ മരണത്തിന് ഒതുക്കി വെക്കുവാൻ വയ്യാത്ത കുഞ്ഞെ, ഇന്ന് പകൽ നിന്നോട് യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ, ഇന്ന് പകൽ നിന്നോട് യേശുവിൽ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ, അതിന്റെ പിന്നിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. എന്താണെന്നറിയാമോ? മരണത്തിന് മാത്രം കീഴ്പ്പെടാൻ ശക്തിയുള്ള നിന്റെ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഈ ശരീരത്തിൽ നിന്ന് നിനക്കൊരു വീണ്ടെടുപ്പ് നാൾ ക്രമീകരിച്ചിട്ടുണ്ട്. ആ വീണ്ടെടുപ്പ് നാളിൽ നീ നരകത്തിന് അടിമപ്പെടാതെ കൃമിക്ക് കേവലം കീഴ്പ്പെടാൻ പോകുന്ന ഈ ശരീരത്തിന് അങ്ങേപ്പുറത്ത് വീണ്ടെടുപ്പിന്റെ പൊൻപുലരിയിൽ അവൻ ദൈവതേജസ് പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിനമുണ്ട്. ആ ഉയർപ്പിന് വേണ്ടി നീ യോഗ്യനാകണമെന്നതിൽ മറ്റൊരു തരിലും രക്ഷയില്ല. ആകാശത്തിനു കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല. അത് യേശുവിന്റെ നാമം മാത്രമാണ്. അതിനങ്ങേപ്പുറത്തൊരു നാമം രക്ഷയ്ക്കുതകുന്നതില്ല. എന്താ യേശുവിന്റെ വരവിന്റെ പ്രത്യേകത? പൗലോസ് അപ്പോസ്തലൻ കൃത്യതയോടുകൂടി പറയുന്ന ഒരു വാക്യമുണ്ട്. തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്ക ലേഖനം 4 അധ്യായം. സുപരിചിതമായ ഭാഗമാണല്ലോ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. എന്തിനാ? കർത്താവിനെ എതിരേൽക്കേണ്ടതിന്. കർത്താവ് ഇവിടെ പറഞ്ഞു, ശ്രദ്ധിക്കണമേ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ശ്രദ്ധിക്കും കുഞ്ഞെ, ഈ ഭൂമി കഷ്ടത നിറഞ്ഞതാ, ഈ ഭൂമി രോഗം നിറഞ്ഞതാ, ഈ ഭൂമി ദുഃഖം നിറഞ്ഞതാ. എന്നാൽ നിന്റെ കണ്ണുനീരൊപ്പുന്ന ഒരു ദിവസമുണ്ട്. അതാണ് കർത്താവിന്റെ മടങ്ങി വരവിന്റെ ദിവസം. കർത്താവ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. When you go through all these problems, when you go through all these troubles, when you face the difficult times, look unto Jesus, who is the author and finisher of our faith. അവൻ നല്ല വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെ നോക്കുക. അതിനങ്ങേപ്പുറത്ത് മറ്റൊരു സാധ്യതയില്ല. കുഞ്ഞെ, പെന്തക്കോസ്തുകാരുടെ നിന്ന് പകൽ സുവിശേഷം പ്രസംഗിക്കണമെന്ന് ചോദിച്ചാൽ സുവിശേഷത്തിന്റെ ഏറ്റവും ആവശ്യം ഇത് നമുക്ക്. അവൻ കാരണം മാനസാന്തരം ഒരിക്കൽ അവസാനിക്കുന്നതല്ല, എന്നും നടന്നേ പറ്റത്തുള്ളൂ. എന്നും നമ്മുടെ അകത്ത് രൂപാന്തരം ഉണ്ടായേ പറ്റത്തുള്ളൂ. നമ്മുടെ മനസ്സ് പുതുക്കി ഓരോ ദിവസവും രൂപാന്തരപ്പെട്ടേ പറ്റത്തുള്ളൂ. മാറ്റം നമ്മുടെ അകത്ത് വരണം. യേശു കർത്താവ് അവരോട് പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അടുത്ത വാക്ക് ശ്രദ്ധിച്ചാട്ട്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്.
ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. അടുത്ത വാക്ക് വായിച്ചാ അടുത്ത വാക്ക് മമ്മി, അടുത്ത വാക്യം. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ലോകത്തിൽ ഒരുത്തരും തരാത്ത വാഗ്ദത്തം, ലോകത്തിൽ ആരും തരാത്ത വാഗ്ദത്തം. കാരണം എന്താണെന്നറിയാമോ? അവനവൻ ഇരിക്കുന്നിടത്ത് മറ്റാരെയും ഇരുത്തുവാൻ ആരും ഇഷ്ടപ്പെടാതെ ഇരിക്കുമ്പോൾ എന്റെ യേശു പറയുക, ഞാൻ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്നെയും കൊണ്ടിരുത്താം. എന്താണോ എന്റെ പൊസിഷൻ, എന്താണോ ഞാൻ അനുഭവിക്കുന്നത്, അതെല്ലാം നിനക്കും തരാം. എവിടെ നിന്ന് ആരംഭിച്ചെന്നറിയാമോ? കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ അവരോട് പറയുന്ന ഇങ്ങനുണ്ട്, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ. എന്തായിരുന്നറിയാമോ? അവൻ കർത്താവിന്റെ ആഗ്രഹം എന്തായിരുന്നറിയാമോ? കർത്താവിന്റെ ഇഷ്ടം, തന്റെ രാജ്യത്തിന്റെ സകല നന്മകളും, ശ്രദ്ധിക്കുക, ഹല്ലേലൂയ, തന്റെ രാജ്യത്തിന്റെ സകല നന്മകളും, തന്റെ പിതാവിന്റെ സകല പ്രിവിലേജസും, സ്വർഗത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ തന്റെ ജനത്തിന് കൊടുക്കുവാൻ ഇതുപോലെ മനസ്സുള്ള ഒരു ദൈവം. ഹല്ലേലൂയ. അവൻ രാജസിംഹാസനത്തിൽ ഇരുന്നിട്ട് നമ്മളെ പണിക്കാരെ പോലെ വിടുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. മറിച്ച് അവൻ എവിടെ ഇരിക്കുന്നു അവിടെ നമ്മളും ഇരിക്കേണ്ടതിന് നമ്മളെ വന്ന് പിന്നെയും ചേർത്ത് കൊള്ളാമെന്ന് വാക്ക് പറഞ്ഞു പോയ കർത്താവ്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തിയിൽ വരുമ്പോൾ സ്വർഗ്ഗാരോഹണ സമയത്ത് ആമേൻ തന്നെ നോക്കി നിൽക്കുന്ന ശിഷ്യന്മാരോട് ഇവൻ പറയുക, പുരുഷന്മാരെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നോക്കി നിന്ന് സങ്കടപ്പെടുന്നത്? ഞാൻ പോകുന്നത് പോലെ മടങ്ങി വരൂ. ആകാശത്തേരുകളെ വാഹനമാക്കി തന്റെ ദൈവത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി, തന്റെ ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, കണ്ണുനീരില്ലാത്ത ഒരു നാട്ടിൽ, ദുഃഖമില്ലാത്ത ഒരു നാട്ടിൽ, മുറവിളിയില്ലാത്ത ഒരു നാട്ടിൽ, മരണമില്ലാത്ത ഒരു നാട്ടിൽ, രോഗമില്ലാത്ത ഒരു നാട്ടിൽ നമ്മൾ അവകാശികളാകേണ്ടതിന് അവൻ വീണ്ടും വന്ന് നമ്മളെ ചേർക്കും. This is the hope of a Christian. ഒരു ദൈവ പൈതലിന്റെ പ്രത്യാശ. ഞാൻ ഇങ്ങോട്ടുള്ള കാര്യങ്ങളിലോട്ട് എളുപ്പം പോകുമ്പോൾ ഒരു 6 കൂട്ടം കാര്യം എളുപ്പം സംസാരിച്ച് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ 6 കൂട്ടം കാര്യങ്ങൾ എളുപ്പം സംസാരിക്കട്ടെ. അവൻ ഈ വാക്യത്തോടുള്ള ബന്ധം എളുപ്പം മുൻപിലോട്ട് പോകുക. കർത്താവ് പറഞ്ഞ ഒരു വാർണിംഗ് പോയിന്റ് അവിടെ നിന്ന് ആരംഭിക്കട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 24-ാമത്തെ അധ്യായം 37, 38, 39 വാക്യങ്ങൾ. മാത്യു chapter 24 verse 37, 38 and 39. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ ആകും. ഇന്ന് പകൽ നമ്മുടെ പ്രത്യാശ ഇതാണെന്ന് പറയുമ്പോൾ ദൈവസഭ മറന്നു പോകരുത്. എവിടൊക്കെയോ നമ്മൾ അണ്ണവേറായതുപോലെ ഇന്ന് പകലും കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ദൈവസഭയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്നാണെന്നറിയാമോ? നാളുകളായി പ്രസംഗങ്ങൾ കേട്ടു, നാളുകളായി ആത്മീയ കൂട്ടായ്മകൾ അനുഭവിച്ചു. ഇതൊക്കെ ഇനി എന്ത് സംഭവിക്കുമെന്ന് ഓർത്ത് എവിടെങ്കിലുമൊക്കെ ഉറക്കം തൂങ്ങി ഉദാസീനരായി ആരെങ്കിലും ക്രിസ്തീയ ജീവിതം നയിക്കുന്നുവെന്നൊരിക്കൽ അവൻ ഇങ്ങനെയാണ് പറയുന്നത്, they heard the message of a disaster. അവരെല്ലാം ഒരു നാശത്തിന്റെ ദൂത് അവൻ നോഹ
മഴ ആരംഭിച്ചു കഴിഞ്ഞാൽ ഭൂമിയെ മുഴുവൻ ദൈവം ജലപ്രളയത്താൽ ഒടുക്കുവാൻ പോവുകയാണ്. അതുകൊണ്ട് രക്ഷ വേണ്ടിയവൻ പെട്ടകത്തിനകത്തു കയറണം. ഹല്ലേലൂയ. ഈ നീതിപ്രസംഗിയായ ഈ നോഹ നെടുകയും കുറുകയും നടന്ന് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പ്രസംഗിക്കുക. എന്താണെന്നറിയാമോ? ഒരു മഴ വരുന്നുണ്ട്, ഒരു മഴ വരുന്നുണ്ട്. ഭൂമിയെ മുടിച്ചു കളയുന്ന ഒരു മഴ. അതിന്റെ അകത്ത് മുങ്ങിപ്പോകാതിരിക്കണമെന്നൊരിക്കൽ ദൈവം ഒരു ക്രമീകരണം ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. നിത്യതയുടെ ആരംഭത്തിങ്കൽ അമ്മയുടെ ഉദരത്തിങ്കൽ നീ ഉരുവാകുന്നതിന് മുൻപ് നിന്റെ പേര് ചൊല്ലി വിളിച്ച ദൈവം കുഞ്ഞെ നീ നശിച്ചു പോകാതിരിക്കേണ്ടതിന്, ഹല്ലേലൂയ, നിന്റെ കയ്യിൽ നിന്ന് നിന്റെ രക്ഷയ്ക്കുള്ളതിന് വേണ്ടി കരുതാനല്ല, കാൽവര ഉയരങ്ങളിൽ അവൻ തകർക്കപ്പെട്ടിട്ട് പറഞ്ഞു. മരുഭൂമിയിൽ പിച്ചള സർപ്പം ഉയർത്തപ്പെട്ടതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടതാകുന്നു. അവനെ നോക്കുന്നവന് നിത്യജീവനുണ്ട്, അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടെന്ന് ഉറച്ചു പറഞ്ഞിട്ട്, ഹല്ലേലൂയ, ഈ പ്രളയത്തിൽ മുങ്ങിച്ചാകാതിരിക്കാൻ ഇന്ന് പകലും അവൻ നസ്രയനായ യേശുവിനെ പരസ്യമായി ഇവിടെ ഉയർത്തുകയാണ്. രക്ഷ അവനിൽ മാത്രം. അവൻ ജലപ്രളയം വന്നു. രാവും പകലും ഈ മനുഷ്യൻ നെടുകയും കുറുകയും നടന്ന് പ്രസംഗിച്ചു. എന്നാൽ പ്രസംഗം കേട്ടതല്ലാതെ ആരും കൈക്കൊണ്ടില്ല, ആരും കൈക്കൊണ്ടില്ല. ആ ദിവസം വന്നു, മഴ ആരംഭിച്ചു. നോഹയും തന്റെ കുടുംബവും അവൻ മൃഗ അവൻ ജന്തുക്കളും പെട്ടകത്തിനകത്ത് കടന്നു. അവർ തിന്നു കേട്ടോ, അവർ കുടിച്ചു, അവർ ആനന്ദിച്ചു, അവർ കൈവിട്ട ജീവിതം നയിച്ചു. പ്രതീക്ഷിക്കാത്ത ഒരു ദിവസത്തിൽ അവൻ ഹല്ലേലൂയ മഴ പെയ്യുവാൻ ആരംഭിച്ചു. ഈ പ്രസംഗങ്ങളൊക്കെ നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. ശ്രദ്ധിച്ചോ ദൈവസഭയിൽ, നാം അറിയാത്ത ഒരു ദിവസത്തിൽ തിരുവചനം ഇങ്ങനെ പറയുന്നു, കള്ളൻ വരുന്നത് പോലെ അവൻ വരും. അവൻ ഹല്ലേലൂയ. എന്നാൽ വീണ്ടെടുക്കപ്പെട്ടവർ, തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ കാഹളത്തിന്റെ മുഴക്കം കേൾക്കും. ദൂതന്മാർ പൊൻവീണകൾ അവൻ ഊതും കേട്ടോ. ഭക്തന്മാരുടെ ചെവിയിൽ അത് മുഴങ്ങും കേട്ടോ. തിരുവചനം ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനെ മേഘങ്ങളിൽ എതിരേൽക്കേണ്ടതിന് രൂപാന്തരപ്പെടും. കുഞ്ഞെ, ജീവിതത്തിൽ ഒരു രൂപാന്തരം വേണമെങ്കിൽ, അല്ല നീ അതിനു മുമ്പ് മരിച്ചാൽ യേശുവിന്റെ വരവിങ്ങനെ ഉയർപ്പ് വേണമെങ്കിൽ നിനക്ക് ക്രിസ്തുവിൽ ഒരു ജീവിതം ഉണ്ടാകണം. യേശുവിനെ കൂടാതെ ഒരു ഉയർപ്പില്ല, യേശുവിനെ കൂടാതെ ഒരു പുനരുത്ഥാനമില്ല, യേശുവിനെ കൂടാതെ ഒരു സ്വർഗമില്ല. കുഞ്ഞെ, ഇങ്ങനൊക്കെ പോയാൽ എല്ലാം നേടാമെന്നൊന്നും ചിന്തിക്കല്ലേ, ഇങ്ങനൊക്കെ പോയാൽ എല്ലാം ആകാമെന്നൊന്നും ചിന്തിക്കല്ലേ. നിനക്ക് ലോകത്തിൽ ജീവിക്കാം കേട്ടോ, നിനക്ക് ലോകത്തിൽ എങ്ങനെ വേണേ പോകാം കേട്ടോ. ഇന്ന് പകലും ഈ പ്രസംഗത്തെ നിനക്ക് മനസ്സുകൊണ്ട് നിരസിക്കാം കേട്ടോ. എന്നാൽ നിരക്കാത്ത നാഴികയിൽ അവൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പീൻ. ഞാനും നിങ്ങളും ചിന്തിക്കാത്ത ഒരു നാഴികയിൽ യേശു കർത്താവ് വരാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പീൻ. ഹല്ലേലൂയ. നമ്മൾ അവയറല്ലെങ്കിൽ നിനക്കാത്ത നാഴികയിൽ കർത്താവ് വരും. ശ്രദ്ധിക്കണേ, കാഹളനാദം ഭക്തന്മാർ മാത്രമേ കേൾക്കത്തുള്ളൂ. ലോകം മുഴുവൻ ഇത് കേൾക്കത്തൊന്നുമില്ല കേട്ടോ. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴാ അച്ഛൻ കട്ടിലേലിൽ നിന്ന് അമ്മാമ്മ അറിയുന്നേ. അമ്മാമ്മ ഓർക്കും, എന്നും രാവിലെ അച്ഛനാണല്ലോ എഴുന്നേറ്റ് പോയി കാപ്പി ഇട്ടോണ്ട് തരുന്നത്, കാപ്പി പോയതാണെന്ന് ഓർക്കും. ഞായറാഴ്ചയാണെന്ന് വെച്ചു, പാസ്റ്ററും ചിലപ്പം പള്ളിയിൽ കാണും. പാസ്റ്റർമാര് പള്ളിയിൽ കാണുമെന്ന് ദൈവത്തിനറിയാം. സഭയുടെ സെക്രട്ടറിയും അന്ന് പള്ളിയിൽ കാണും. എല്ലാ സഭയിലെയും സെക്രട്ടറിമാരല്ല, എല്ലാ സഭയിലെയും പാസ്റ്റർമാരുമല്ല, കമ്മിറ്റിക്കാരും കുറച്ചു പേര് കാണും. അന്നേരമാ നമ്മൾ ഈ ഒന്നിനും കൊള്ളാത്തതെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് പുള്ളികളുണ്ടല്ലോ, അവരൊന്നും അന്ന്
ഇവിടെ കാണത്തില്ല. നമ്മളെ ഇന്ന് ഉഴപ്പൻ വന്നില്ല, അവനെ കുത്തി പാസ്റ്റർ ഇവിടെ നിന്ന് കാച്ചും. ഇച്ചിരി കഴിയുമ്പോഴാ 1 മണിയൊക്കെ ആയി ബിരിയാണിയൊക്കെ അടിച്ച് വെളിയിൽ ഇറങ്ങുമ്പോഴാ വാർത്ത കേൾക്കുന്നത് പലരെയും കാണുന്നില്ല. കുത്തി പ്രസംഗിച്ച് എന്റെ ഒക്കെ സുഖം അറിയുന്നത്, അയ്യോ ഇവിടെ കിടന്ന് കുത്തത്തെ ഉള്ളേ, ഇവിടെ കിടന്ന് കാച്ചത്തെ ഉള്ളേ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം. നാം നിലയ്ക്കാത്ത ഒരു നാഴികയിൽ കാഹളം തൊഴിക്കാൻ പോവുകയാണ്. നാം നിലയ്ക്കാത്ത ഒരു നാഴികയിൽ കാഹളം തൊഴിക്കാൻ പോവുകയാണ്. നാം നിലയ്ക്കാത്ത ഒരു നാഴികയിൽ കാഹളം തൊഴിക്കാൻ പോവുകയാണ്. ഇന്ന് പലരെ കേൾക്കുന്ന വാത്സല്യ ദൈവജനമേ, ജീവിതത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് എവിടെങ്കിലുമൊക്കെ കാഹളത്തിങ്കൽ രൂപാന്തരപ്പെടുവാൻ തടസ്സമായി ജീവിതത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ നമുക്ക് തിരുത്തുവാനുള്ള ദിവസമാണ്. അതെ, അവൻ വാതിൽക്കലായി. റോമാലേഖനം 11-ാമത്തെ അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. ആമേൻ. നല്ല എളുപ്പമുള്ള വാക്യങ്ങളൊന്ന് വായിക്കണം. റോമൻ 11:13 മുതൽ. റോമൻസ് ചാപ്റ്റർ 11 verse 13 ഫോളോയിങ്. എളുപ്പമാണ്. ഈ ഒരു പോയിന്റ് കൊണ്ട് ഇന്ന് അവസാനിപ്പിക്കണം. എളുപ്പം. റോമൻസ് 13:11. സോറി 11 അതല്ല 13. വായിച്ചേ. റോമൻസ് ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറികയാൽ തന്നെ, that you know the time is too close. നമ്മൾ ചിന്തിച്ചതിനേക്കാൾ സമയം നമുക്കടുത്തുവെന്ന് നമുക്കറിയാം. നാം വിശ്വസിച്ച സമയത്തെക്കാൾ രക്ഷ നമുക്ക് ഇപ്പോൾ അധികം അടുത്തിരിക്കുന്നു. എബ്രായർ 9:27 പറയുന്നു, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ താൻ പ്രത്യക്ഷനാകാൻ പോവുകയാണ്. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൻ തന്നെ. നമ്മളങ്ങ് തീരുമാനിച്ചു, അപ്പാ തല്ലപ്പ തല്ലിക്കൊന്നാലും ഞാൻ ഉണപ്പെടത്തില്ല. വചനം പറയുന്നു, നാം സമയത്തെ കുറിച്ച് നല്ല ബോധ്യത്തില. നമുക്കൊക്കെ അറിയാമേ കർത്താവ് ഉടനെ വരുമെന്ന്. അത് കർത്താവ് ഉടനെ വരുമെന്ന് അറിയാൻ വയ്യാത്ത എത്ര പേരുണ്ട് ഇവിടെ? 1-2 കുഞ്ഞുങ്ങളുണ്ട്, അവർക്കുള്ള വെച്ച് ബാക്കി എല്ലാവർക്കും അറിയാം. നമ്മളെന്ത് ചെയ്യുക? ശ്രദ്ധിക്കേ. നോഹയുടെ കാലത്തൊന്നും പോലെ നിങ്ങൾ ശ്രദ്ധിക്കേ. ഞാൻ ഈ പറഞ്ഞ 2 വാക്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. സമയത്തെ അറികയാൽ തന്നെ. നോഹയുടെ കാലത്ത് കേട്ട മെസ്സേജ് എന്നാ? മഴ പെയ്യാൻ പോവുകയാണ്, പെട്ടകം റെഡിയാണ്, കേറുന്നെങ്കിൽ എളുപ്പം കേറിക്കോണം. മഴ പെയ്തു തുടങ്ങിയാൽ വാതിലുകൾ അടഞ്ഞിരിക്കും. ശ്രദ്ധിക്ക, ഇവിടെ എന്നാ പറഞ്ഞിരിക്കുന്നത്? ഉറക്കത്തിൽ ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൻ തന്നെ. നമ്മൾ പറഞ്ഞു, തല്ലണ്ടപ്പാ, ഞാൻ കൊണപ്പടത്തില്ലെന്ന് നേരത്തെ തീരുമാനിച്ചതാ. ഇനി എത്ര ഇങ്ങോട്ട് വന്നാലും അവൻ പാറയിൽ ഇടിച്ചിട്ട് തിരിച്ചു വരുന്നത് പോലെ പ്രസംഗിക്കുന്ന പാസ്റ്റർ മുഖത്ത് തിരിച്ചു ചെന്നേ ഇടിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്നു. ഞാൻ വാതുക്കലായി, അവൻ വാതുക്കലായി. ലൂക്കോസ് പറയുന്നു, നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ. അവൻ വാതുക്കലായി. നമ്മുടെ രാത്രി കഴിവാറായി, നമ്മുടെ പകൽ ഏറ്റമടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ എന്താണെന്നറിയാമോ? ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അവനിനി അവരുടെ കൂടെ വാഴും. അവനിനി അവർക്ക് ദൈവമായിരിക്കും. അവനിനി അവന് മക്കളായിരിക്കും. ഇനി അവിടെ ദുഃഖമില്ല, മുറവിളിയില്ല, കണ്ണുനീരില്ല, അല്ലലില്ല, അലച്ചിലില്ല, മരണമില്ല, രോഗമില്ല, ദുഃഖമില്ല. ഹല്ലേലൂയ. അവൻ തന്നെ അവരുടെ ദൈവമായിരിക്കും. ഓ യോഹന്നാൻ പത്മോസിന്റെ ക്രൂരമായ അവസ്ഥയിൽ കിടന്നുകൊണ്ട് വിളിച്ചു
ഓടിച്ചെന്ന് പൊന്മുഖമൊന്ന് മുത്തുവാൻ, ഓടിച്ചെന്ന് അപ്പച്ചനെ ഒന്ന് കെട്ടിപ്പിടിക്കുവാൻ നാളുകളായി കാത്തിരിക്കുന്നു. ഓ ഹല്ലേലൂയ അമ്മാമേ, കെട്ടുതാടി ഉപേക്ഷിച്ച് സ്വർണ്ണം ഉപേക്ഷിച്ച് അവൻ ആർഭാടവും അഹങ്കാരവും ഇല്ലാതെ വെള്ളസാരിയും വാരിച്ചുട്ടി ഹല്ലേലൂയ ഈ വാടക കെട്ടിടത്തിനകത്ത് വന്നിരുന്ന ഒരു വിധവയെ പോലെ നാട്ടുകാരെ മുദ്ര കുത്തി നമ്മുടെ സഹോദരിമാർ, നമ്മുടെ മാതാക്കന്മാർ ദൈവത്തെ ആരാധിച്ചപ്പോൾ അവരുടെ പ്രത്യാശ എന്നായിരുന്നു അറിയാമോ? ഈ രാത്രി കഴിയും, ഒരു പൊന്നിൻ സുപ്രഭാതമുണ്ട്. ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ദിവസം. പെന്തക്കോസ്തിന്റെ മാതാക്കന്മാർ നമ്മളെ പോലൊന്നും നടന്നവരല്ല കേട്ടോ. എല്ലാം ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങുമ്പോൾ, വീട് വേണ്ട, നാട് വേണ്ട, കൂട്ടം വേണ്ട, യേശു മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുമ്പോൾ ഹല്ലേലൂയ അവരുടെയൊക്കെ ഉള്ളിലുള്ള ഏക പ്രത്യാശ എന്താണെന്നറിയാമോ? മരണ വീട്ടിൽ നമ്മള് പറയുന്ന പോലല്ല, അമ്മച്ചിയെ അങ്ങ് മേടിച്ചെന്ന് കാണാമെന്ന്. എന്റെ അപ്പ നീ അമ്മച്ചിയെ കാണാറുണ്ടോ സ്വർഗത്തിൽ പോന്നെ? നമ്മുടെ പരിപാടി എന്താ? നമ്മള് മരണം പിടിച്ചത് എന്ത് ആശോ, പുള്ളി കള്ളു കുടിച്ച് കൂത്താടി നടക്കുന്ന പുള്ളി ആണെങ്കിലും നമ്മൾ പറയും അച്ഛനെ അങ്ങ് മേളിച്ചെന്ന് കാണാമെന്നുള്ള പ്രത്യാശയും പറഞ്ഞു വിടുക. നീ അച്ഛനെ കാണാനോ വേണ്ടി പോന്നെ? അച്ഛനെ കാണാനോ അമ്മാമ്മയെ കാണാനോ വേണ്ടി പോന്നെ? പൊന്നപ്പ അവിടെ ചെല്ലുമ്പോ അച്ഛനെ അമ്മാമയെ ഒന്നും നോക്കാൻ നമുക്ക് സമയമില്ല. നമ്മൾ കാത്തിരിക്കുന്ന ശൂനേങ്കാരത്തിയുടെ 10,000 അതിശ്രേഷ്ഠനാകുന്ന, 10,000 സുന്ദരനാകുന്ന അവിടെ പ്രിയനെ ഒന്ന് കാണുവാൻ കാത്തിരിക്കുമ്പോഴേ അച്ഛന്റെ കാര്യം അച്ഛൻ അച്ഛനെ കാണാനും അമ്മമ്മയെ കാണാനും കൊച്ചമ്മയെ കാണാനും അല്ല നമ്മൾ സ്വർഗത്തിൽ പോകുന്നത്. ചത്തുപോയ അപ്പനെ കാണാനല്ല, ചത്തുപോയ അമ്മയെ കാണാനല്ല, സഹോദരനെ കാണാനല്ല, സഹോദരിയെ കാണാനല്ല, ഭർത്താവിനെ കാണാനല്ല, ഭാര്യയെ കാണാനല്ല, മറിച്ച് ശൂനേങ്കാരത്തിൽ പറയുക എന്റെ പ്രിയൻ 10,000 അതിസുന്ദരൻ. അവനെ കണ്ടാ മതി. നമ്മൾ അതിനു വേണ്ടിയാ പോന്നേ. പൗലോസ് പറയുന്നു നമ്മുടെ രാത്രി കഴിവാറായി, നമ്മുടെ പകലെടുത്തിരിക്കുന്നു, ദൂതന്മാർ പൊൻവീണകൾ വീട്ടുന്ന സമയമെടുത്തു. ഇനി ശ്രദ്ധിക്കണമേ, അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. അടുത്ത വാക്ക്, പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കുക. വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല. ഇന്ന് പകൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിച്ചു കൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. അകത്തെവിടെയോ ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ അത് ഉള്ളിന്റെ അകത്തുനിന്ന് മാറിപ്പോകട്ടെ. ഏബലിനെ കുറിച്ച് ദൈവം പറയാ, ദൈവം ഏബലിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചു. Let God please in us. നമ്മളിൽ ദൈവം ഇന്ന് പകലൊന്ന് പ്രസാദിക്കട്ടെ. എന്റെ കുഞ്ഞെ, കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിച്ചു കൊള്ളുക. Let us put on Christ in us. നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുന്ന ഒരു മാതൃകാ വ്യക്തിയായി നമ്മൾ മാറുവാനിടയായി തീരട്ടെ. കാലങ്ങൾ ഇനി നീണ്ടു പോകത്തില്ല, പ്രസംഗങ്ങൾ ഇനി ഒത്തിരി കേൾക്കത്തില്ല. ദൂതർ വീണമീട്ടുവാൻ കാലമായി. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ആ കാലം നോഹയുടെ കാലം പോലെയാകും. ആ കാലം നോഹയുടെ കാലം പോലെയാകും. സമയം അവസാനിച്ചു. ഞാൻ വാക്കുകൾ എളുപ്പം അവസാനിപ്പിക്കാൻ പോവുക. ആ കാലം നോഹയുടെ കാലം പോലെയാകും. ജനം ഇങ്ങനെയൊക്കെ കാത്തിരിക്കും. ഓ, ഇതൊന്നും നടക്കത്തില്ല കേട്ടോ, ഇതൊന്നും സംഭവിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൽ മാറി പോകുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിന് നമ്മളോട് ഇടപെടുവാൻ, നമ്മളോട് സംസാരിക്കുവാൻ ഒരു ഒറ്റ ദൂതേ ഉള്ളൂ. നമ്മുടെ രാത്രി കഴിവാറായി, നമ്മുടെ പകലേറ്റം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് അവൻ എന്ത് വേണമെന്നറിയാം? ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞിട്ട് അവൻ വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. ക്രിസ്തീയ ജീവിതം സുഖമാണെന്നൊന്നും ചിന്തിക്കല്ലേ. പട്ടുമെത്തയും ബെഡ് ഓഫ് റോസസ് ഒന്നും അല്ല കുഞ്ഞെ. ക്രിസ്തീയ ജീവിതം കഷ്ടത വരും, പട്ടിണി വരും, ഉപദ്രവം വരും. ആരെങ്കിലും ഒരുത്തൻ
ക്രിസ്തുവിന് വേണ്ടി അല്പമെങ്കിലും ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഒരുത്തൻ എവിടെയെങ്കിലും നിന്ന് യേശുവാണ് ദൈവം എന്ന് അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തിരുവചനം പറയുന്ന ദൂതന്മാരുടെയും എന്റെ പിതാവിന്റെയും മുമ്പിൽ ഞാൻ അവനെ ഏറ്റുപറയും. ഇല്ല എങ്കിൽ ദൂതന്മാരുടെയും പിതാവിന്റെയും മുമ്പിൽ ഞാൻ അവനെ തള്ളിക്കളയും. ഓട്ടമൊക്കെ ഓടി ആരാധനകൾക്കൊക്കെ വന്നിട്ട്, അതെ ഞാൻ നിന്നെ അറിയുന്നില്ല എന്നുള്ള ശബ്ദം കേൾക്കാതെ, നല്ലത് നല്ലത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കുമെന്നുള്ള ദൈവശബ്ദം കേൾക്കുവാൻ ഇന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഇതുപോലെ കാലങ്ങൾ ഇനി അധികമില്ല കുഞ്ഞെ. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത 5 വിഷയങ്ങൾ ദൈവം അനുവദിച്ചാൽ അടുത്ത വിഷയങ്ങൾ നമ്മൾ അടുത്ത ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കും. കർത്താവിന്റെ വരവേറ്റം അടുത്തു. ഇനി അധികം ദിവസങ്ങൾ നമ്മുടെ മുമ്പിലില്ല, ഇനി അധികം നാളുകൾ നമ്മുടെ മുമ്പിലില്ല. അവൻ ദൂതർ കാഹളവുമായി വരികയാണ്. കാഹളനാദം കേൾക്കാൻ പോവുകയാണ്. നമ്മുടെ കഷ്ടതകൾ തീരാൻ പോവുകയാണ്. ഇരുളിന്റെ ദിവസങ്ങൾ കഴിയാൻ പോവുകയാണ്. ഒരു പൊന്നിൻ പുലരി പൊട്ടി വിടരുവാൻ പോവുകയാണ്. അവിടെ നാം നമ്മുടെ പ്രിയനെ കാണാൻ പോവുകയാണ്. 10,000 സുന്ദരനായ ശാരോന്റെ പണിനീർപ്പൂവിനെ നമ്മളിവിടെ കാണുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ആ പൊന്നുമുഖത്തിന് മുത്തം കൊടുക്കത്തക്കവണ്ണം ഇന്ന് പോലെ ഏറ്റു പറയാമോ? അപ്പാ, എന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും തലങ്ങളിൽ അവൻ അങ്ങയുടെ വരവെങ്കിലും എടുക്കപ്പെടുവാൻ തടസ്സമായി എന്നിലുള്ള എല്ലാ കുറവുകളെയും ഞാൻ ഏറ്റു പറയുന്നു. കർത്താവെ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയുവാൻ ഇന്ന് പകൽ തയ്യാറാണെന്നൊരിക്കൽ അതേ ഹല്ലേലൂയ നമ്മളെ മാർവോട് അണയ്ക്കുവാൻ യേശു തയ്യാറാണ്. യേശു തയ്യാറാണ്. കണ്ണുകൾ അടയ്ക്കാം ഒരു നിമിഷം. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ജനത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയെ സ്നേഹിച്ച, അങ്ങയുടെ സന്നിധിയെ സ്നേഹിച്ച കർത്താവേ, അങ്ങയുടെ നാമത്തെ സ്നേഹിച്ചു വന്ന ഈ ആരാധനക്കാരുടെ കൂട്ടത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കണമേ. ഊനമില്ലാത്തവരായി നിർത്തണമേ. നിത്യതയ്ക്ക് വേണ്ടി യോഗ്യതയുള്ളവരാക്കണമേ. എല്ലാ രോഗങ്ങൾ, ദുഃഖങ്ങൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, ദൈവജനത്തിന്റെ എല്ലാ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ ഇന്ന് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ജനം സൗഖ്യവും വിടുതലുള്ളവരായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണം. യാത്ര ചെയ്യുന്നവർ, ജോലി ചെയ്യുന്നവർ, കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കണം. ഇവിടെ ഇരിക്കുന്ന ഒരൊറ്റ വ്യക്തി പോലും നരകത്തിന് യോഗ്യരായി തീരുവാൻ സമ്മതിക്കണേ. നരകത്തിന്റെ കെട്ടിൽ നിന്ന് അവർ പുറപ്പെട്ടു വരട്ടെ. അവർ നിത്യതയ്ക്ക് അവകാശികളാകട്ടെ. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹമാകട്ടെ. സമാധാനത്തോടെ അയക്കണം. പ്രാർത്ഥനകൾ യേശുവിൻ നാമത്തിൽ തന്നെ ആശീർവാദത്തോടെ കടന്നു.